നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. വേലുത്തമ്പി ദളവിലെ ദളവ, പഴശ്ശിരാജയിലെ പഴശ്ശിത്തമ്പുരാൻ, കുഞ്ഞാലിമരക്കാറിലെ മരക്കാർ, ഈ കഥാപാത്രങ്ങളെല്ലാം അനശ്വരമാക്കിയ ഒരു നടൻ നമുക്കുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടാരക്കര ശ്രീധരൻ നായർ. ഇന്ന് ഞാൻ ഈ അധ്യായത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരെ കുറിച്ചാണ് പറയുന്നത്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1922 അദ്ദേഹം ജനിക്കുന്നത് കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കര ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാടക അഭിനയത്തിലോട്ട് തിരികുകയായിരുന്നു. ആദ്യം അമച്ചർ നാടകങ്ങളിലായിരുന്നു അഭിനയിച്ചിരുന്നത്. പിന്നീട് വലിയ വലിയ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ അതിൽ അഭിനയിക്കുമായിരുന്നു. അങ്ങനെ വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും നാടകത്തിൽ അദ്ദേഹം നായകനായി അഭിനയിക്കുന്ന കാലം. ആ ഇടയ്ക്ക് സിനിമാ പ്രവർത്തകർ വേലുത്തമ്പി ദളവ സിനിമയാക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിൽ ആ ചിത്രം സിനിമയാക്കുമ്പോൾ അതിൽ അഭിനയിക്കാൻ അവർ തീരുമാനിച്ചത് ശിവാജി ഗണേശനെയാണ്. ശിവാജി ഗണേശൻ അത് സമ്മതിക്കുകയും ചെയ്തു. യാദൃശ്ചികമായി ശിവാജി ഗണേശൻ കേരളത്തിലെത്തുന്നു. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ നാടകം, കൊട്ടാരക്കരയുടെ നാടകം കാണുവാനിടയായി. ആ നാടകം കണ്ട് ശിവാജി ഗണേശൻ അന്തം വിട്ടിരുന്നു. അദ്ദേഹം റൂമിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ അഭിനയിക്കണം, ഈ സിനിമ ഞാൻ അഭിനയിക്കില്ല. അദ്ദേഹം സിനിമാ പ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ സിനിമ അഭിനയിക്കാം, അദ്ദേഹം തന്നെ ഈ സിനിമ അഭിനയിക്കണം, കാരണം ഞാൻ അഭിനയിച്ചാൽ അത്ര ഏക്കില്ല, അത്രയും ഭംഗിയാകില്ല. അങ്ങനെയാണ് വേലുത്തമ്പി ദളവ സിനിമയിൽ കൊട്ടാരക്കരയ്ക്ക് അവസരം ലഭിക്കുന്നത്. ആ സിനിമയെപ്പറ്റി പറഞ്ഞാൽ അത് നാടകത്തിൽ ഇദ്ദേഹം അഭിനയിച്ചതിനേക്കാൾ ഗംഭീരമായി അദ്ദേഹം ആ സിനിമ ചെയ്തു. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ രംഗപ്രവേശവും അഭിനയവും എല്ലാം നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. അത്രയ്ക്ക് ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തമാണ് വേലുത്തമ്പി ദളവ സിനിമ നമുക്ക് സമ്മാനിച്ചത്. അതിലൂടെ കൊട്ടാരക്കര ഉയരങ്ങളിലെത്തുകയായിരുന്നു. ഇദ്ദേഹം ആദ്യം അഭിനയിച്ച ചിത്രം പ്രസന്ന എന്ന ചിത്രമാണ് കേട്ടോ. അതിനുശേഷമാണ് വേലുത്തമ്പിക്ക് വരുന്നത്. പ്രസന്ന എന്ന ചിത്രമാണ് ആദ്യം അഭിനയിക്കുന്നത്. പ്രേംനസീർ നായകനായ അവൻ വരുന്നു എന്ന ചിത്രമാണ് ഞാൻ ആദ്യമായിട്ട് കൊട്ടാരക്കരയുടെ കാണുന്നത്. അതിലെ ആ രംഗങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പ്രതാപൻ എന്ന കഥാപാത്രം മുഴുനീള വില്ലനായ ഒരു കഥാപാത്രമാണ്. അതിൽ പ്രേംനസീർ ട്രെയിനിൽ വെച്ച് ഇദ്ദേഹമായിട്ട് ചങ്ങാത്തം കൂടുകയാണ്. ഞാൻ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതാണെന്നും ഇപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വലുതായി, അന്ന് തീരെ ചെറുപ്പമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇയാളോട് പറയുകയാണ്. കൊട്ടാരക്കര എല്ലാം കൊട്ടാരക്കര ശ്രദ്ധിച്ചോട് കേൾക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന ആൾക്കാരുണ്ട്, അച്ഛൻ അമ്മ ഇന്ന ആൾക്കാരുണ്ട്, അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, അവരുടെ പേരും എല്ലാം ഇദ്ദേഹം പറയുകയാണ് കൊട്ടാരക്കരയോട്. ഇതെല്ലാം ഇദ്ദേഹം ഗ്രഹിച്ചതിന് ശേഷം വിജനമായ ഒരു സ്ഥലം വരുമ്പോൾ കയ്യിലിരുന്ന കഠാര എടുത്ത് പ്രേംനസീറിനെ കുത്തി പുറത്തോട്ടിടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അന്നേരത്തെ ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ആ ഭാവപ്രകടനം കൊട്ടാരക്കരയെ നമ്മൾ മറക്കില്ല എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ വില്ലൻ വേഷങ്ങൾ കിട്ടാൻ കാരണം. ആ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തീരെ ചെറുപ്പത്തിലെ പറ്റ കണ്ട ചിത്രമാണ്. എന്നിട്ട് നസീറായി ഇദ്ദേഹം വരികയാണ് അവിടെ. അതാണ് ആ അവസാനം. പിന്നെ പ്രേംനസീർ തിരിച്ചു വരുന്നു, സത്യം തിരിച്ചറിയുന്നു, അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ ആ ക്രൂരമായ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചത് പ്രേംനസീറിനേക്കാളും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കൊട്ടാരക്കരയുടെ പ്രകടനമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നായകനേക്കാളും പ്രതിനായകൻ ഭംഗിയാക്കുന്നെങ്കിൽ അയാളുടെ പ്രകടനം എന്തായിരിക്കും? അതായിരുന്നു കൊട്ടാരക്കരയുടെ അഭിനയ വിസ്മയം. ഉദയായുടെ ബാനറിൽ പഴശ്ശിരാജ ചിത്രമാക്കാൻ കുഞ്ചാക്കോ തീരുമാനിക്കുന്നു. അതിൻ്റെ ഒരു ആലോചന നടക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ. അപ്പോൾ സത്യൻ, പ്രേംനസീർ, കൊട്ടാരക്കര, അതിൻ്റെ മറ്റ് പ്രധാന നടിതന്മാരെല്ലാം അവിടെയുണ്ട്. ഈ വേഷം ആർക്ക് കൊടുക്കണം? കൊട്ടാരക്കരയ്ക്ക് കൊടുക്കണോ സത്യന് കൊടുക്കണോ എന്നൊരു ആശയക്കുഴപ്പം കുഞ്ചാക്കോയ്ക്കുണ്ടായി. ഉടനെ സത്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ആ വേഷം എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ എടുത്താൽ അത്ര ശരിയാകില്ല, അത് കൊട്ടാരക്കരയ്ക്ക് കൊടുക്കണം എന്ന് സത്യൻ പറയുകയാണ്. അപ്പോൾ പിന്നെ കുഞ്ചാക്കോയുടെ ചോദ്യം, താങ്കൾ ഏത് വേഷം എടുക്കും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം നായകനാണെങ്കിൽ ഞാൻ പ്രതിനായകനാവും. അപ്പോൾ അതിൽ പ്രതിനായക വേഷം സായിപ്പാണ്.
അപ്പോൾ അതിൽ ഇദ്ദേഹം സായിപ്പിന്റെ വേഷത്തിലാണ് അഭിനയിക്കുന്നത്. ഇത് കേട്ട് കൊട്ടാരക്കര പൊട്ടിച്ചിരിച്ചു, വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, സത്യ, താൻ ആ വേഷം എടുക്കുന്നെങ്കിൽ എൻ്റെ ഭാഗം ഭംഗിയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പ്രതിനായകൻ നന്നായാൽ നായകൻ നന്നാകും എന്നാണ് പഴമൊഴി. അതുകൊണ്ട് ഞാൻ ഗംഭീരമാക്കുമെന്ന് ഇപ്പോഴേ ഉറപ്പ് തരികയാണ്. അങ്ങനെ കുഞ്ചാക്കോയ്ക്ക് അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ചിത്രം ഗംഭീര വിജയവുമായിരുന്നു. ഉദയായുടെ പഴശ്ശിരാജ കണ്ടവരാരും ആ ചിത്രം മറക്കില്ല. ആ വെള്ളക്കുതിരപ്പുറത്ത് അദ്ദേഹം പാഞ്ഞു പോകുന്നതും അതിലൊരു അട്ടഹാസങ്ങളും ചിരിയും, അതായത് സായിപ്പിനോടുള്ള സംസാര ശൈലി എല്ലാം ഗംഭീരമാണ്. കാരണം അന്ന് ഇതുപോലുള്ള സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഇല്ലെങ്കിലും കൊട്ടാരക്കരയുടെ ആ ശബ്ദം ഇന്നും തിയേറ്ററിൽ നമുക്ക് പ്രകമ്പനം സൃഷ്ടിച്ചതാണ്. അത് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ആ ചിത്രം. ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞ് കൊട്ടാരക്കരയുടെ അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയമായ കഥാപാത്രമാണ്. അതിലദ്ദേഹം മകളെ കൊണ്ട് മധുവിനോട് കാശ് കടം വാങ്ങിക്കുകയാണ്, വള്ളവും വലയും വാങ്ങിക്കുവാൻ. അതിനുശേഷം ഇയാൾ കടലിൽ പോയി മീൻ കൊണ്ടുവരുമ്പോൾ മധു ചോദിക്കുന്നുണ്ട്, മീനല്ല എനിക്കല്ലേ? ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. അത് ആ സിനിമ കണ്ടവരാരും മറക്കാത്ത ഒരു മുഹൂർത്തം, അഭിനയ മുഹൂർത്തമായിരുന്നു. രൊക്കം കാശുണ്ടോ? എത്ര ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തമാണ്, നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൽ അവസാനം ഇദ്ദേഹം മാനസിക നില തെറ്റിയിട്ട് കാശല്ല, തനിക്ക് എത്ര കാശ് തരാനുണ്ടെന്ന് കാശെല്ലാം കാറ്റിൽ പറത്തി കടപ്പുറത്ത് അലഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. അതെല്ലാം അദ്ദേഹം അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുതുളസി എന്ന ചിത്രം അതിൻ്റെ മനസ്സിൽ ഓടിയെത്തിയാണ്. കാട്ടുതുളസിയിലെ സത്യൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഉഷാകുമാരി തോട്ടം തൊഴിലാളിയാണ്. തൻ്റെ മകൻ തോട്ടം തൊഴിലാളിയെ സ്നേഹിക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അതിനെ എതിർക്കുകയാണ്. സത്യനത് അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കുകയാണ്. അപ്പോൾ ആ മൈനയെ കൊല്ലുന്ന രംഗമുണ്ട്. അതായത് ഉഷാകുമാരിയുടെ മൈനയെ ഇയാൾ വളർത്തുന്നുണ്ട്. ആ മൈനയെ കൂട് തുറന്നിട്ട് ഞെക്കിക്കൊല്ലുന്ന രംഗമുണ്ട്. അപ്പോഴൊക്കെയുള്ള ആ ഒരു മുഖത്തുള്ള ഭാവവ്യത്യാസം, ആ കണ്ണും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. അതാണ് കൊട്ടാരക്കരയുടെ ഒരു പ്രത്യേകത. പാറപ്പുറത്തിൻ്റെ പ്രസിദ്ധമായ നോവൽ അരനാഴിക നേരം സിനിമയാക്കാൻ തീരുമാനിച്ചു. കെ എസ് സേതുമാധവൻ സത്യനെ വിളിച്ചു പറഞ്ഞു, താങ്കൾ കുഞ്ഞോനാച്ചനായിട്ട് അഭിനയിക്കണം, അതിന് തയ്യാറെടുത്തോളൂ. സത്യം പറഞ്ഞു, ആ വേഷം ഞാൻ എടുക്കില്ല. അതെന്താ മാഷേ അങ്ങനെ പറയാൻ കാരണം? അതല്ല, അതുപോലത്തെ ഒരു കഥാപാത്രം ഞാൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിൽ ചെയ്തിട്ടുണ്ട്, ആ പ്രായമുള്ള ഒരു കഥാപാത്രം. അപ്പോൾ വീണ്ടും ഒരു ടൈപ്പ് കഥാപാത്രമായി പോകും. അതിന് പറ്റിയ ആളെ ഞാൻ തരാം. 3 തലമുറയുടെ കഥയല്ലേ, നസീറും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം നമുക്ക് കൊട്ടാരക്കരയ്ക്ക് ആ വേഷം കൊടുക്കാം. കൊട്ടാരക്കരയുടെ മകൻ മാത്തുക്കുട്ടിയായിട്ട് ഞാൻ അഭിനയിക്കാം, എൻ്റെ മകനായി നസീറും അഭിനയിക്കും. അപ്പം 3 തലമുറയായില്ലേ. അങ്ങനെ അഭിനയിച്ച ചിത്രമാണ് അരനാഴിക നേരം. ആ അരനാഴിക നേരത്തിൽ കൊട്ടാരക്കരയ്ക്ക് അന്നത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിക്കുകയാണ്. വളരെ ഗംഭീരമായ അഭിനയമായിരുന്നു കൊട്ടാരക്കര കാഴ്ചവെച്ചത്. അപ്പോൾ സത്യനോട് എപ്പോഴും കൊട്ടാരക്കര തമാശ രീതിയിൽ പറയായിരുന്നു, ഈ അവാർഡ് എനിക്കല്ലടോ, തൻ്റെ ഔദാര്യത്തിൽ കിട്ടിയതാണ് എന്ന് എപ്പോഴും പറയുമായിരുന്നു. താൻ എടുത്തിരുന്നെങ്കിൽ എനിക്കത് കിട്ടില്ലല്ലോ. അതായിരുന്നു കൊട്ടാരക്കര. ഒരു പച്ചയായ മനുഷ്യനായിരുന്നു, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു കൊട്ടാരക്കര. കമലിൻ്റെ മിഴുനീർ പൂക്കൾ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഏറ്റവും അവസാനം അഭിനയിക്കുന്നത്. 1986 ഒക്ടോബർ 19 അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയി.